കോൺഗ്രസിൻ്റെ നേതാവും ഞാനും തമ്മിൽ അമ്പലത്തിൽ പോയി എന്ന രീതിയിൽ വ്യാജമായിട്ടുള്ള പ്രചരണം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ അന്ന് വളരെ പിന്നീട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാനൊരു പരിപാടിക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാമായിരിക്കും പലർക്കും, അല്ലെങ്കിൽ അവരുടെ പേജ് റീച്ച് കൂട്ടാനും ഒക്കെ തന്നെ അവർ കാണിക്കുന്ന ഒരു കോപ്രായങ്ങൾ തന്നെ പറയും. ഞാനിത് തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും നല്ല കൗൺസിലർ ആശാൻ ഹായ് പറയൂ, അല്ലെങ്കിൽ ആദ്യമൊക്കെ 10-15 കൂടുതൽ ഞാൻ അക്കൗണ്ട്സ് പൂട്ടിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ എൻ്റെ പേരിലുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. വൾഗർ രീതിയിലുള്ള വരുമ്പോൾ പോലീസ് സൈബറിൽ പരാതി കൊടുക്കുന്നു, പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ. പാർട്ടിപരമായിട്ട് സൈബർ ബുള്ളിങ് ഒന്നും അത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല, കാരണം അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകുന്നതാണ്. ഒരിക്കലും തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും നല്ല കൗൺസിലർ ഞാനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം 100 കൗൺസിലർമാർ ഏറ്റവും നല്ല കൗൺസിലർമാർ അവരെല്ലാവരും ഇങ്ങനെ ഇവർ പലരും വിചാരിക്കും ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് ചെയ്ത് അല്ലെങ്കിൽ തകർത്ത് കളയാമെന്നൊക്കെ തന്നെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും തകർന്നു പോകില്ല. ഞാൻ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ള സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ്, അപ്പോൾ ഏകദേശം ഫസ്റ്റ് കൗൺസിലറായ സമയം മുതൽ കുറേ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. സെയിം പേരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ പല പേരിലും എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് കുറേ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ 10-15 കൂടുതൽ ഞാൻ അക്കൗണ്ട്സ് പൂട്ടിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് അടിച്ച്. പക്ഷേ ഇപ്പോൾ കുറേ ഫേക്ക് അക്കൗണ്ട്സ് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ചിലപ്പോൾ ഫസ്റ്റ് യൂട്യൂബ് ചാനലൊക്കെ എൻ്റെ പേരിലുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലത് വൾഗർ രീതിയിലുള്ള വരുമ്പോൾ പോലീസ് സൈബറിൽ പരാതി കൊടുക്കുന്നു, പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നീട് ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറേ ഇതുപോലെ തന്നെ വീണ്ടും വന്നപ്പോൾ പരാതി കൊടുത്ത് അതിലൊന്നിൽ എനിക്ക് മാറ്റാൻ സാധിച്ചു. ഇപ്പോൾ വരുന്ന സോഷ്യൽ മീഡിയ അവരവരുടെ പേജിൽ ഇപ്പോൾ കുറേ ഓൺലൈൻ മീഡിയാസ് കുറച്ച് ഉണ്ട്, അതിൽ എല്ലാവരും അല്ല, കുറച്ച് പേര് ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് ഇട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും നല്ല കൗൺസിലർ ആശാനാഥൻ ഹായ് പറയൂ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ആശാനാഥനും കുടുംബത്തിനും ഹായ് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെയ്യും. അപ്പോൾ അവരോട് പലരും പേഴ്സണലി മെസ്സേജ് ഇട്ട് പറയാറുണ്ട്, അവരുടെ അക്കൗണ്ട്സിൽ കയറി മെസ്സേജ് ഇട്ട് പറയാറുണ്ട്, നിങ്ങളിങ്ങനെ ദയവ് ചെയ്ത് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യരുത്, എന്നോട് ചോദിക്കാതെ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും കേൾക്കാറില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ സൈബറിൽ കൊടുത്ത് അങ്ങനെ ഫോട്ടോ റിമൂവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും പറഞ്ഞാൽ കേൾക്കാതെ ഞാനപ്പം അവരുടെ പേജിനകത്ത് തന്നെ കയറി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ പേജ് റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ഫോട്ടോ ഇട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നെഗറ്റീവ്സ് അവരുടെ പേജസ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ഇടുന്ന കുറച്ച് പ്രവണത കാണിച്ച് വരുന്നുണ്ട്. അപ്പോൾ അല്ലാതെ എനിക്ക് ബാക്കി ഇപ്പോൾ പാർട്ടിപരമായിട്ട് സൈബർ ബുള്ളിങ് ഒന്നും അത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല, കാരണം അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ BJP ആയതുകൊണ്ട് CPM ഭാഗത്തു നിന്ന് ഇപ്പോൾ റോഡ് ചെയ്തില്ല, അതൊക്കെ നമുക്ക് അതുണ്ടാകും, അതൊന്നും ഒരു വലിയ വിഷയമായിട്ട് കാണുന്നില്ല, അതൊക്കെ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് കാണാം. പക്ഷെ അല്ലാതെ വേറെ രീതിയിൽ വരുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ വലിയൊരു കാര്യമായിട്ട് എടുക്കുക, കാരണം ഇത് എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പല കൗൺസിലർമാർക്കും ഇത് ഉണ്ടാവാറുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, ആരുടെയെങ്കിലും ഫോട്ടോ എടുത്തിട്ട് ഇവർക്കൊരു ഹായ് പറയൂ, അങ്ങനെ എൻ്റെയും പല ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ട് ആശാനൊരു ഹായ് പറയൂ, തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും നല്ല കൗൺസിലർക്ക് ഒരു ഹായ് പറയൂ, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. ഒരിക്കലും തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും നല്ല കൗൺസിലർ ഞാനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം 100 കൗൺസിലർമാർ ഏറ്റവും നല്ല കൗൺസിലർമാർ അവരെല്ലാവരും, ഒരിക്കലും ഒരു കൗൺസിലർമാരും ഞാൻ മോശമാവണം എന്ന രീതിയിൽ ഒരു പ്രവർത്തനവും ചെയ്യാറില്ല. എല്ലാവർക്കും ഇപ്പോൾ ഞാനൊരു കൗൺസിലറാണ്, എനിക്ക് പാപ്പനോട് വാർഡിലെ ഏറ്റവും നല്ല കൗൺസിലർ ആവണം തന്നെയാണ് ആഗ്രഹം. അങ്ങനെ വിചാരിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് 100 കൗൺസിലർമാരെ തിരുവനന്തപുരം നഗരസഭയിൽ 100 കൗൺസിലർമാരും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല കൗൺസിലേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത് വെറുതെ ഓരോ കൗൺസിലർമാർ തമ്മിൽ വിഷയം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവരുടെ പേജ് റീച്ച് കൂട്ടാനും ഒക്കെ തന്നെ അവർ കാണിക്കുന്ന ഒരു കോപ്രായങ്ങൾ തന്നെ പറയും. ഞാനിത് അതൊന്നും ചെയ്യണത് ശരിയല്ല, ഇത് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് വേറെ കാരണം അവരുടെ പേജിൽ റീച്ച് കിട്ടാൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാനൊരു പരിപാടിക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാമായിരിക്കും പലർക്കും, ഞാനൊരു പരിപാടിക്ക് ചെങ്കൽ ക്ഷേത്രത്തിൽ പോയപ്പോൾ, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളും ഒരുമിച്ചുള്ള പരിപാടിയായിരുന്നു. ക്ഷേത്രത്തിൽ കോൺഗ്രസും CPM അതുപോലെ BJPയുടെ ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് ഒരു കോൺഗ്രസിൻ്റെ നേതാവും ഞാനും തമ്മിൽ അമ്പലത്തിൽ പോയി എന്ന രീതിയിൽ വ്യാജമായിട്ടുള്ള പ്രചരണം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ അന്ന് വളരെ വലിയൊരു പ്രചാരണം തന്നെ ഉണ്ടാക്കി. പക്ഷെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു കുറേ ആദ്യമൊക്കെ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഒരു പരിപാടിയിലല്ല, 3 രാഷ്ട്രീയ പാർട്ടിക്കാരും സംബന്ധിക്കുന്ന ഒരു പരിപാടിയിൽ ഒരു ക്രോപ്പ് ചെയ്ത് വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ച് സൈബർ ബുള്ളിങ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മാധ്യമങ്ങളും എല്ലാം തന്നെ ഏറ്റെടുത്ത് അതൊരു ചർച്ചയായി. അതിന് പിന്നെ ഞാൻ കുറേ നാളൊന്നും റിപ്ലൈ കൊടുക്കാതിരുന്നു. പിന്നീട് ഞാൻ അത് റിപ്ലൈ കൊടുത്തു. പിന്നീട് അതൊരു സത്യം പറഞ്ഞാൽ എനിക്കതൊരു
അപ്പം എനിക്കൊരു പോസിറ്റീവായെന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇവർ പലരും വിചാരിക്കും ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിയും ചെയ്ത് അല്ലെങ്കിൽ തകർത്ത് കളയാമെന്നൊക്കെ തന്നെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും തകർന്നു പോവില്ല. ഞാൻ ഇതൊക്കെ കുറേ കേട്ടിപ്പോൾ ചെയ്ത് ഇതൊക്കെ കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എന്നെ സത്യം പറഞ്ഞാൽ ഒരു മോൾഡ് ചെയ്ത് നല്ലൊരു പൊളിറ്റീഷ്യൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഒരുപാട് കാര്യം ഇങ്ങനെ സൈബർ ബുള്ളിയും ചെയ്തും ഒരു നെഗറ്റീവ്സും ഇട്ടും നെഗറ്റീവ് കമൻസൊക്കെ പറയുമ്പോൾ അങ്ങനെ തളർന്ന് ഇരുന്ന് പോകുന്ന ആളുകളല്ല. പക്ഷേ പലരും എൻ്റെ കൂട്ടത്തിലുള്ള തന്നെ പല കൗൺസിലർമാരായാലും പല ആളുകളായാലും അവർക്കെതിരെ മോശം കമൻസൊക്കെ വരും. പലരും തളർന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പലരും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻസ് ഇട്ടു അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വേറെ സൈറ്റിലൊക്കെ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് പലരും കരഞ്ഞ് വിഷമിച്ച് തളർന്നിരിക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. പലരെയും കുടുംബക്കാർ സപ്പോർട്ട് ചെയ്യാറില്ല. നീ അങ്ങനെ നടന്നിട്ടില്ലേ, അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടല്ലേ എന്ന് പലരും കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയിൽ. പക്ഷേ എനിക്കങ്ങനെ എൻ്റെ ഫാമിലിയിൽ നല്ല സപ്പോർട്ടാണ്. കാരണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഫാമിലി ഇല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഏറ്റവും നല്ലൊരു ഫാമിലിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാ എൻ്റെ അച്ഛനായാലും അമ്മയായാലും എൻ്റെ ഹസ്ബൻഡായാലും എൻ്റെ ബ്രദറായാലും എല്ലാം എൻ്റെ ഫാമിലിയിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എനിക്ക് എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. എനിക്ക് മോട്ടിവേഷൻ, ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴും എപ്പോഴും എന്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി എനിക്ക് കിട്ടിയത് എനിക്ക് വളരെ സപ്പോർട്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കൗൺസിലർമാരെന്ന് മാത്രമല്ല പല സ്ത്രീകൾക്കെതിരെ മോശം കമൻസും അല്ലെങ്കിൽ മോശം വീഡിയോസും മോശം ഫോട്ടോസൊക്കെ വരുമ്പോൾ എല്ലാവരും തകർന്നു പോകാറുണ്ട്, വിഷമിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുള്ള ഫ്രണ്ട്സോ ഫാമിലിയോ എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഇങ്ങനെ ഒരു വിഷമഘട്ടമുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ പോലീസിനെ ആശ്രയിക്കുക, ഒരു പരാതി കൊടുക്കുക. അങ്ങനെ തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്കെതിരെ ഇങ്ങനെ പ്രവർത്തനം ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തുന്നവർ അല്ലെങ്കിൽ മോശം രീതിയിൽ ഫോട്ടോയും വീഡിയോസൊക്കെ ചിത്രീകരിക്കുന്നവർ അത് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തളർന്നിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളെ ആരും തളർന്ന് ആരും വീണു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കുക. ആരും ഇതൊന്നും കണ്ട് തളർന്നിരിക്കരുതെന്നും ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു.